ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മസാല അവിയലാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന അവിയലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നീളത്തിന് ഇതുപോലെ അരിഞ്ഞെടുത്തത്, നമ്മൾ സാധാരണ അവിയലിനരികില്ലേ ആ രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തത്. ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ നീളത്തിന് അരിഞ്ഞെടുത്തത്. പിന്നെ ഒരു 7-8 ബീൻസ് എടുക്കാം. ബീൻസും ഇതുപോലെ തന്നെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു ചെറിയ ബീറ്റ്റൂട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവോള ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത്. വലുതാണെങ്കിൽ പകുതി സവോള എടുത്താൽ മതി. പിന്നെ 2 പച്ചമുളക് വേണം. കുറച്ച് കറിവേപ്പില വേണം. ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചത്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി എടുത്താൽ മതി, ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചെറിയ പിടി കശുവണ്ടി ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. കശുവണ്ടിയുടെയൊക്കെ അളവ് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് മതി, 1-2 ടീസ്പൂൺ അത്രയും മതി. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് എണ്ണയൊക്കെ ഇതുപോലെ കട്ടിയായിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള, കറിവേപ്പില, പച്ചമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറികളും ചേർക്കാം. ആദ്യം ഇത് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി സമയം വേണ്ട, ഒരു അരമിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഈ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് വെള്ളം ഇല്ലാണ്ട് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു പകുതി വേവായതിന് ശേഷമാണ് നമ്മൾ കശുവണ്ടിയും തക്കാളിയും ചേർക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കണം, വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചക്കറി വെന്ത് വരുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ചേർക്കുക. 2 കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ നമ്മൾ തോരനൊക്കെ അരക്കത്തില്ലേ ആ ഒരു രീതിയിൽ അരച്ചെടുക്കാം. ഈ പച്ചക്കറികൾ പകുതി വേവായിട്ടുണ്ട്, കുറച്ചും കൂടി ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഇതൊന്നിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും, കണ്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിനകത്തോട്ട് നമുക്കിനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കൂടെ ചേരണം. പിന്നെ പച്ചക്കറികൾ ഇപ്പോൾ പകുതി വേവല്ലേ ആയിട്ടുള്ളൂ, ബാക്കി പകുതി വേവും വേണം. അപ്പോൾ ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ചെറുതായിട്ടൊരു ഈർപ്പം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ചിലപ്പം പച്ചക്കറികൾ അങ്ങനെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങളും ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ ഒന്ന് അടച്ചു വെച്ച് നോക്കണം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ അത് ഒത്തിരി ഡ്രൈ ആയിപ്പോയി വെള്ളം ഇല്ലാണ്ട് വേവത്തില്ലാന്ന് തോന്നിയാൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ അവിയലിപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയി അടച്ചു വെച്ചിട്ട് ഇത് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിച്ചില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ വെന്ത് കിട്ടി. നിങ്ങൾ പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഡ്രൈ ആവുകയാണെന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് വെള്ളം ചേർക്കാം. കാരണം ആ അരപ്പ് ലൂസായി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പം എല്ലാം കൂടി വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തേങ്ങ വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ ഡ്രൈ ആയിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമ്മളിപ്പോൾ ചേർത്ത തേങ്ങയുടെയും പെരുംജീരകത്തിൻ്റെയൊക്കെ ആ പച്ച ചൊവ നന്നായിട്ട് മാറണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പച്ചക്കറിയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അരപ്പിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മസാല കണ്ടോ നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. മാത്രമല്ല നമുക്ക് ഒരല്പസമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം. ഈ അവിയൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയാൽ കൊള്ളത്തില്ല, കുറച്ച് ഡ്രൈ ആയിരിക്കണം, എന്നാൽ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുകയും വേണം. ആ ഒരു പരുവത്തിനാണ് വേണ്ടത്. അപ്പോൾ ആ പരുവം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഡ്രൈ ആയിട്ട് അരച്ചെടുത്തിട്ട് ഈ സമയത്ത് വെള്ളം ചേർക്കുന്നത്.
അപ്പോൾ ഇത് നമുക്ക് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റും കൂടി അടച്ചു വെക്കാം. തേങ്ങയുടെയും പെരുംജീരകത്തിൻ്റെയും പച്ച ചുവ നന്നായിട്ട് മാറണം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലാതെ സമയം വെച്ച് നമുക്ക് അതിൻ്റെ ആ പച്ച ചുവ മാറിയിട്ടുണ്ടോ എന്നൊന്നും കറക്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പെരുംജീരകത്തിൻ്റെ പച്ച ചുവ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി അവസാനമായിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ അവിയൽ ഉണ്ടാക്കുമ്പം അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി മസാല അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മസാല അവിയൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഒരേ രീതിയിലല്ലേ എപ്പോഴും അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.